വീണ്ടും ഒരു ലോക ഫുട്ബോൾ മാമാങ്കത്തിന് പന്തുരുണ്ട് തുടങ്ങുമ്പോൾ ഇനിയും ത്രസിപ്പിക്കുന്ന ഓർമ്മകളുമായി ആ നിമിഷങ്ങളുടെ വൈബ് ഇനിയും വിട്ടുമാറിയിട്ടില്ലാത്ത ഒരു ഫൈനൽ ഓർമ്മകൾ കൂടി ഈ സമയത്ത് വളരെ പ്രസക്തമാണ്. 2022 ഡിസംബർ 18-നാണ് ഖത്തറിലെ ലുസൈലിൽ വെച്ച് ഫ്രാൻസും അർജൻറ്റീനയും തമ്മിലുള്ള ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ കാണാൻ ഞാനും എൻ്റെ സുഹൃത്ത് ഫിറോസും കൂടി ഖത്തറിലേക്ക് പോകുന്നു. അന്നത്തെ ഖത്തർ ഫിഫ വേൾഡ് കപ്പിൻ്റെ സമയം നിങ്ങൾക്കൊക്കെ അറിയാം. കേവലം ഫുട്ബോൾ മാമാങ്കം മത്സരം മാത്രമല്ല, അതിനുള്ളിൽ ഒരുപാട് ഇസ്ലാമോഫോബിയ, ഖത്തർ വിരോധം, അറബ് വിരോധം, സ്വാതന്ത്ര്യമില്ലായ്മയുടെ കഥകൾ ഒക്കെ പറഞ്ഞ് വല്ലാണ്ടിങ്ങനെ കത്തി നിൽക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല, കാണണമെന്ന് വിചാരിച്ചതുമല്ല, പെട്ടെന്ന് അയ്യൂബക്കയുടെ ഒരു ഫോൺ കോൾ വന്നു. സത്യത്തിൽ ആ ഫോൺ കോളിലാണ് അദ്ദേഹം എന്നെ കൊണ്ടുപോകാമെന്ന് പറയുകയും എന്നോടൊപ്പം ഫിറോസ് വരികയും അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞങ്ങളെല്ലാവരും പോയത്. ആ 2022-ലാണ് എനിക്ക് പിന്നീട് എല്ലാ കാലത്തെയും നല്ലൊരു സുഹൃത്തായി അയ്യൂബക്കയെ കിട്ടുന്നത്. ആ ഫൈനൽ മത്സരത്തിൻ്റെ ഒരു വൈബുണ്ടല്ലോ, ഇന്നും എൻ്റെ ഈ മൊബൈൽ ഫോണിൽ ഒരുപാട് വീഡിയോകൾ, ക്ലിപ്പുകൾ ഇതൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഐക്ലൗഡൊന്നും അപ്ഗ്രേഡ് ചെയ്യാറില്ല, ഡിലീറ്റ് ചെയ്യാറില്ല. പക്ഷേ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ തോന്നിയിട്ടില്ല അന്നത്തെ ആ ഫുട്ബോൾ ഫൈനൽ മത്സരത്തിന് സാക്ഷ്യം വഹിച്ച ആ നിമിഷങ്ങളുടെ വീഡിയോ. ഞാൻ എൻ്റെ ഫോണിലെടുത്ത വീഡിയോ. ഏതാണ്ട് 89,000 കാണികളാണ് അനുവദിച്ചതെങ്കിലും 1,00,000-ഓളം കാണികൾ നിറഞ്ഞു നിന്ന് ആ വൈബുണ്ടല്ലോ, ആ എനർജി, നമ്മൾ ശരിക്കും മനുഷ്യർക്ക് എനർജി ഉണ്ടെന്നും ആ എനർജി ആസ്പിറേഷനാണെന്നും അവരുടെ ആഗ്രഹമാണെന്നും അവർക്കുള്ളൊരു ഫീലാണെന്നുമൊക്കെ ആ സ്റ്റേഡിയത്തിനകത്താണ് തിരിച്ചറിഞ്ഞത്. അർജൻറ്റീനയും ഫ്രാൻസും തമ്മിലായിരുന്നു ആ മത്സരം. ആദ്യം ഒരു ഏകപക്ഷീയമായ മത്സരമായി തോന്നിയത് പിന്നീട് തുല്യം ആവുകയും എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുകയും വല്ലാത്തൊരു ധർമ്മസങ്കടം ഒന്നുണ്ട്. മനസ്സ് നിറയെ അന്ന് ലയണൽ മെസ്സിയാണ്. ഇപ്പോഴും അതെ, മെസ്സിയുടെ ചലനമാണ് ഭയങ്കരമായി സന്തോഷം കൊണ്ട് നമ്മളെ ചാടുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ കിലിയൻ എംബാപ്പയും നമുക്കിഷ്ടമാണ്. രണ്ടുപേരും രണ്ട് ടീമിലുമാണ്. അപ്പം അങ്ങനത്തെ വല്ലാത്തൊരു സങ്കടം, ഒരു പ്രതിസന്ധി കാണുമ്പോഴുണ്ട്. പക്ഷേ മെസ്സിയോളം ഇഷ്ടം മറ്റൊന്നിനോടും ഇല്ല കേട്ടോ. ഇപ്പോൾ ചിലരൊക്കെ ഈ മത്സരത്തിൽ പറയുന്നുണ്ട് അർജൻറ്റീന ഫലസ്തീനെ പിന്തുണച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും ഒരു പ്രധാന കാരണമല്ല. കളിയും കളിക്കളവും വേറെയാണ്. ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കളിക്കുന്നതും ഇവിടെ നരേന്ദ്രമോദി ഭരിക്കുന്നതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അപ്പോൾ അതുകൊണ്ട് അതും ഇതും തമ്മിലൊന്നും ബന്ധപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല. പക്ഷേ വളരെ മനോഹരമായ ഒരു മത്സരമായിരുന്നു. ആ മത്സരത്തിൻ്റെ അവസാനം പെനാൽറ്റിയിലാണ് വിജയിക്കുന്നത്. ആ വിജയിച്ചതിന് ശേഷം മടങ്ങി മുറിയിലെത്തുന്നത് ഏതാണ്ട് 6-7 മണിക്കൂർ എടുത്താണ്. കാരണം വാഹനങ്ങളൊന്നുമില്ല, എല്ലാ സംവിധാനങ്ങളും ബ്ലോക്കായി. പിന്നെ സന്തോഷത്തിൻ്റെ തെരുവുകൾ അന്നാണ് കണ്ടത്. സന്തോഷത്തിൻ്റെ തെരുവുകൾ എന്ന് പറഞ്ഞാൽ തുല്ലസിച്ച് ജനങ്ങളെല്ലാം മറന്ന്, വ്യത്യസ്ത രാജ്യങ്ങൾ, വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങൾ, ഇതെല്ലാം കൂടി ആവേശത്തോടെ ഒരുമിച്ചൊഴുകുന്ന ഒരു നിമിഷം. ഇത് പറയുമ്പോൾ അത്രയും വൈബ് എനിക്ക് കിട്ടുന്നുണ്ടോ എന്നറിയത്തില്ല. ഇപ്പോഴും ഞാൻ തളർന്നെന്ന് തോന്നുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ മത്സരത്തിൻ്റെ ആ സ്റ്റേഡിയത്തിലെ കാഴ്ചകളുടെ ദൃശ്യങ്ങൾ എടുത്ത് കാണും. വല്ലാത്തൊരു ഊർജ്ജമാണ്, വല്ലാത്തൊരു ഊർജ്ജം. ഇത്തവണ ഫൈനലൊന്നും കാണാൻ പോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, അമേരിക്കൻ വിസ ഒന്നും അത്ര എളുപ്പമല്ല. പിന്നെ 3 രാജ്യങ്ങളിലാണ്. ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം വീണ്ടും മിഡിൽ ഈസ്റ്റിലേക്ക് വരുമ്പോൾ ആയുസുണ്ടെങ്കിൽ ഇനിയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. ജീവിതത്തിലെ ഏറ്റവും മനോഹരവും ഏറ്റവും വൈബുള്ളതും മറക്കാനാവാത്തതുമായി ആസ്വദിച്ചൊരു നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ ആ അർജൻറ്റീന കപ്പുയർത്തിയ ആ സ്റ്റേഡിയത്തിൻ്റെ വൈബുകളുടെ നടുവിൽ അലിഞ്ഞു ചേർന്ന ആ നിമിഷമാണ്. ആ നിമിഷം